ഇപ്പോൾ 2023 സ്റ്റെനോ എക്സാമിൻ്റെ അനാലിസിസ് ആണ്, ഫസ്റ്റ് ഷിഫ്റ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിന് വന്നിട്ടുള്ളത്, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇനി പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർട്ടിക്കിൾ 40 ഈസ് റിലേറ്റഡ് ടു ആണ് കേട്ടോ. ആർട്ടിക്കിൾ 40 എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സാമിനും ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 40യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 40 എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? പഞ്ചായത്തി രാജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 40യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഞ്ചായത്തി രാജ്. ഇനി ആർട്ടിക്കിൾ 44 എന്താണ്? ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 45 എന്താണ്? പ്രൊവിഷൻ ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ എന്താണ് കമ്പൽസറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45 എന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം എല്ലാ എക്സാമിനും ആർട്ടിക്കിളിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇന്ന് ഈ ഒരു എക്സാമിന് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനും ആർട്ടിക്കിളിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആർട്ടിക്കിൾ 7 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 7 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നോക്കിക്കേ, എനി പേഴ്സൺ ഹു ഹാസ് ആഫ്റ്റർ ദി 1st of March 1947 മൈഗ്രേറ്റഡ് ഫ്രം ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ ടു ദി ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്തിൻ്റെ പാർട്ടല്ല? ഇനി ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യയുടെ പാർട്ടല്ല. അതായത് 1947 മാർച്ച് 1 ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് പോയിട്ടുള്ള സിറ്റിസൺസിന് എന്ത് കിട്ടില്ല? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2 അല്ല, ഇനി എന്താണ് പൊളിറ്റിയിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 73rd അമെൻമെൻറ്റ് ആക്ട് ഈസ് റിലേറ്റഡ് ടു. 73ാമത്തെ അമെൻമെൻറ്റ്. അപ്പം ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 73ാമത്തെ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 73ാമത്തെ അമെൻമെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നോക്കിക്കേ, 73 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 73rd എന്ന് പറയുന്നത് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻ്റ് ആണ്. ഈ അമെൻമെൻറ്റ് എന്താണ്? പാസ്സാക്കിയ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1992 ഇങ്ങനൊരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അത് പ്രാവർത്തികമാക്കുന്നത് തൊട്ടടുത്ത വർഷം, അതായത് 1993 April 24 അതുകൊണ്ട് തന്നെ April 24 എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? പഞ്ചായത്തി രാജ് ദിവസമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, അപ്പം അമെൻമെൻറ്റും ചോദിച്ചത് പഞ്ചായത്തി രാജിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, ആർട്ടിക്കിളും അത് തന്നെയായിരുന്നു. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 73rd അമെൻമെൻറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അപ്പം 1992 അതുപോലെ 1993. അപ്പോൾ ഇതേപോലെ അമെൻമെൻറ്റുകളും അവരുടെ ഇയറും അതേപോലെ അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളും എന്ത് ചെയ്യണം? നോക്കിയിട്ട് 73rd 74 ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. 73rd എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ആണെങ്കിൽ 74 എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് കേട്ടോ. അപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് 74th അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? നോൺ എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ പഞ്ചായത്തിനെയും അതേപോലെ മുനിസിപ്പാലിറ്റീനെയും നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് അല്ലേ? സ്റ്റേറ്റ് സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ പഞ്ചായത്തി രാജിൻ്റെ അങ്ങനെ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കുക, ആർട്ടിക്കിൾസ് പഠിക്കുക, അമെൻമെൻറ്റ്സ് പഠിക്കുക. ഇതെല്ലാം എന്താണ് ഇന്നത്തെ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് ഇനിയുള്ള എക്സാമുകൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കേ, മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഒരു ബുക്ക്. അപ്പം ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. മൗര്യൻ ഡൈനാസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ബുക്ക് ഏതായിരുന്നു? ഓപ്ഷനകത്ത് ഇൻഡിക്ക എന്നുള്ളൊരു ബുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡിക്ക എന്ന് പറയുന്നത് മെഗസ്തനീസ് എഴുതിയ ബുക്കാണ്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന ബുക്കിനകത്ത് എന്തിനെ പറ്റിയാണ്, ഏത് ഡൈനാസ്റ്റിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? മൗര്യൻ ഡൈനാസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്?
ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഓക്കെ അല്ലേ? അപ്പം മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യക്ക എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഗസ്തനീസ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണ്. അപ്പം മെഗസ്തനീസ് ആരാണ്? ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്? ഇന്ത്യക്ക എന്നുള്ളതാണ്. അപ്പം ഹീ ഈസ് കൺസിഡർ ആസ് ദി ഇൻഡോ ഗ്രീക്ക് അംബാസിഡർ. ഒക്കെ നോക്കിക്കേ. അപ്പം മെഗസ്തനീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യക്ക എന്ന് പറയുന്നത്. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏത് ഡൈനാസ്റ്റിനെ പറ്റിയാണ്? മൗര്യൻ ഡൈനാസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ അങ്ങനെയുള്ള ഡൈനാസ്റ്റികളും അതിൻ്റെ ഫൗണ്ടേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഏതെങ്കിലും ബുക്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിജയനഗര എംപയറിൻ്റെ ഇൻകം സോഴ്സ് ഏതാണെന്നായിരുന്നു ചോദിച്ചത്. വിജയനഗര എംപയറിൻ്റെ ഇൻകം സോഴ്സ് ഏതാണ്? വിജയനഗര എംപയറിൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ലാൻഡ് ടാക്സും അതേപോലെ ട്രേഡുമാണ്. അപ്പോൾ വിജയനഗര എംപയറിൻ്റെ ഇൻകം ടാക്സ് ഓപ്ഷൻ എന്തായിരുന്നു? ലാൻഡ് ടാക്സും അതുപോലെ തന്നെ ട്രേഡുമായിരുന്നു അല്ലേ? കർണാടകയെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കർണാടക ഒരു ഡെക്കാൻ റീജിയനിലുമായി ബേസ് ചെയ്തിട്ടുള്ളൊരു എംപയറാണ് വിജയനഗര എംപയർ. ഹരിഹരനാണ് വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ചോദിച്ചിരിക്കാം. നമുക്കാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. ഇതുപോലെ എംപയറും അതിൻ്റെ ഫൗണ്ടേഴ്സും എല്ലാം ഇങ്ങനെ ചോദിക്കാം. അപ്പം മൗര്യൻ ഡൈനാസ്റ്റി ചോദിച്ചു, അതുപോലെ തന്നെ വിജയനഗര എംപയറും ചോദിച്ചു. ഓക്കെ അല്ലേ? ഇനിയും അടുത്ത് നോക്കി, ഹൂ ഓതേർഡ് ഓട്ടോബയോഗ്രഫി ദ ഗോൾ? ദ ഗോൾ എന്നുള്ള ഓട്ടോബയോഗ്രഫി ആരുടെയാണല്ലോ? ആരെഴുതിയതാണ് ദ ഗോൾ എന്നുള്ള ഓട്ടോബയോഗ്രഫി? ആരെഴുതിയതാണ്? അത് ധ്യാൻ ചന്ദ് എന്ന് പറയുന്ന ഒരു ഫേമസ് ഇന്ത്യൻ ഹോക്കി പ്ലെയർ എഴുതിയതാണ് അല്ലേ? ധ്യാൻ ചന്ദിനെ എല്ലാവർക്കും അറിയാലോ. ധ്യാൻ ചന്ദ് എന്നുള്ളത് ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആണ്. ഇന്ത്യൻ ഹോക്കി പ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആണ്. അപ്പം നോക്കിക്കേ, പേഴ്സണാലിറ്റി ഓഫ് ദി സെഞ്ച്വറി അല്ലേ? പേഴ്സണാലിറ്റി ഓഫ് ദി സെഞ്ച്വറി എന്നുള്ള ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ള ആളാണ് ധ്യാൻ ചന്ദ് എന്ന് പറയുന്നത്. എപ്പോഴായിരുന്നു? 1936 ബെർലിനിലെ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എന്ത് ടൈറ്റിൽ കിട്ടുന്നത്? പേഴ്സണാലിറ്റി ഓഫ് ദി സെഞ്ച്വറി എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ധ്യാൻ ചന്ദ് എന്ന് പറയുന്നത് ദ ഗോൾ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹോക്കി പ്ലെയർ ആണ് ധ്യാൻ ചന്ദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നാഷണൽ സ്പോർട്ട് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓഗസ്റ്റ് 29 ഉണ്ടല്ലോ. ഈ ഓഗസ്റ്റ് 29 എന്ന് പറയുന്നത് ധ്യാൻ ചന്ദിൻ്റെ ബർത്ത് ഡേ ആണ്. ഓക്കെ അല്ലേ? അപ്പം ധ്യാൻ ചന്ദിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ഓഗസ്റ്റ് 29 നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1936 എവിടെയാണ്? ബെർലിനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ പേഴ്സണാലിറ്റി ഓഫ് ദി സെഞ്ച്വറി അവാർഡ് ഒരു ടൈറ്റിൽ വിൻ ചെയ്തത് ആരായിരുന്നു? ധ്യാൻ ചന്ദ് ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പം ദ ഗോൾ ആരുടെയാണ്? ധ്യാൻ ചന്ദ് ആയിരുന്നു. സോ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അവരുടെ ബുക്ക് ഓട്ടോബയോഗ്രഫീസും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അപ്പം ഇവിടെ നമുക്ക് ധ്യാൻ ചന്ദിനെയാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കാം. അടുത്തത് നോക്കിക്കേ, ഗരീബി ഹട്ടാവോ ഈസ് ഇൻ വിച്ച് 5-year പ്ലാൻ? അപ്പോൾ 5-year പ്ലാനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഏത് എക്സാം എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് 5-year പ്ലാനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ശരിക്കും ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് ശരിക്കും 5ാമത്തെ 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 5th 5-year പ്ലാനിൻ്റെ മോട്ടോ ആയിരുന്നു ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത്. അതായത് ഒരു 5th 5-year പ്ലാനിൻ്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ജസ്റ്റിസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 5th 5-year പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാഡിക്കേഷൻ ഓഫ് പോവേർട്ടിയാണ്. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ 5-year പ്ലാൻസ് നമുക്ക് 1951 തൊട്ട് 2017 വരെ 12 5-year പ്ലാൻസുകൾ പഠിക്കാനുണ്ട്. ആ 5-year പ്ലാൻസുകൾ ഈ 12 എണ്ണത്തിൻ്റെയും വേറെ പേരുണ്ടെങ്കിൽ ആ വേറെ പേര് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതേപോലെ അതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു, അത് ഏത് കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. പിന്നെ ആ സമയത്തെ പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡൻറ്റിൻ്റെ പേരും മെയിനായിട്ട് നടന്നിരിക്കുന്ന ഇവൻറ്റുകളും നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ
5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, 5 ഇയർ പ്ലാന് നോക്കണം. ഓക്കെ അല്ലേ? 1956 മുതൽ, അല്ല 1951 ആണ്, 1951 മുതൽ 2017 വരെയായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിന് ശേഷം നോക്കിക്കേ, ഉസ്താദ് അല്ലാ രഖ റിലേറ്റഡ് ടു, അല്ലാ രഖ, ഉസ്താദ് അല്ലാ രഖ. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പന്നലാൽ ഘോഷ് അസോസിയേറ്റഡ് വിത്ത്. ഈ 2 ക്വസ്റ്റ്യൻസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ഈ 2 ക്വസ്റ്റ്യനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ എക്സ്പൊണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഫേമസ് ആയിട്ടുള്ള 2 പേരുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഉസ്താദ് അല്ലാ രഖയും അതുപോലെ തന്നെ പന്നലാൽ ഘോഷും. അപ്പം നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അവരുടെ എക്സ്പൊണൻസുകളും പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ റെഗുലറായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ അവർക്കിപ്പോൾ ഭാരതരത്ന അല്ലെങ്കിൽ അവർക്ക് പത്മശ്രീ, പത്മവിഭൂഷൺ ഇങ്ങനെ കിട്ടിയ വർഷങ്ങൾ തന്നിട്ട് അത് ആർക്ക് ഏത് വർഷമാണ് കിട്ടിയതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ CGL-ലൊക്കെ നമ്മളങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇന്നത്തെ ഷിഫ്റ്റിൽ നോക്കിക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നിന്ന് ചോദിച്ചത്. അപ്പം നമുക്ക് എന്താണ് ഒരു ആശ്വാസമുണ്ട്, നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, അല്ലാ രഖ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ തബല പ്ലെയർ ആണ് അല്ലേ? തബല പ്ലെയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് തബലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് എക്സ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കീർ ഹുസൈൻ ഉണ്ട്, അതേപോലെ തന്നെ സത്യജിത്ത് തൽവാക്കർ ഉണ്ട്, അതുപോലെ ഉസ്താദ് ഫസൽ ഖുറീഷി ഉണ്ട്, അതുപോലെ അക്രം ഖാൻ ഉണ്ട്, സന്ദീപ് ദാസ് ഉണ്ട്, കിഷൻ മഹാരാജ് ഉണ്ട്. സോ ഇവരെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് മ്യൂസിക്, അതായത് തബലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അടുത്ത് നോക്കിക്കേ, പന്നലാൽ ഘോഷുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പന്നലാൽ ഘോഷിൻ്റെ ഏതാണ് ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, പേര് തന്നിട്ട് ഇൻസ്ട്രുമെൻ്റ് എഴുതാനും പേര് തന്നിട്ട് ഇൻസ്ട്രുമെൻ്റ് എഴുതാനും 2 ഒരേ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിക്കേ, പന്നലാൽ ഘോഷ് എന്താണ് ഫ്ലൂട്ടാണ് അല്ലേ? ഹരിപ്രസാദ് ചൗരസ്യ, പന്നലാൽ ഘോഷ്, അതുപോലെ തന്നെ N രമണി, അതേപോലെ തന്നെ TR മഹാലിംഗ, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ഫ്ലൂട്ട് പ്ലെയേഴ്സാണ്. ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ഇവരെ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരാണ്. സോ ഈ 2 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് സമയം എടുത്ത് ഒന്ന് പഠിച്ച് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യനൊക്കെ ഇതിനകത്ത് നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ സന്തൂർ ആണെന്നുണ്ടെങ്കിൽ സന്തൂർ നമ്മൾ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയെ ആലോചിക്കാം. അതുപോലെ അനുഷ്ക ശർമ്മ, അദ്ദേഹത്തിൻ്റെ മകളുണ്ട് ശിവകുമാർ ശർമ്മ, അതുപോലെ ഭജൻ സൊപൂരി ഉണ്ട്, അതുപോലെ അഭയ് സൊപൂരി ഉണ്ട്. അപ്പം അതും ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ തരുൺ ഭട്ടാചാര്യ, ഇതൊക്കെ എന്താണ് സന്തൂറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ സിത്താർ നോക്കുകയാണെങ്കിലുണ്ട് സിത്താർ പണ്ഡിറ്റ് രവിശങ്കർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് രവിശങ്കറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സന്തൂർ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് അനുഷ്ക ശങ്കർ അല്ല കേട്ടോ, അനുഷ്ക ശങ്കറാണ്. നേരത്തെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ശിവകുമാർ ശർമ്മ, അതായത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ മകൻ്റെ പേര് രാഹുൽ ശർമ്മ എന്നാണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഇത് പണ്ഡിറ്റ് രവിശങ്കർ, അതുപോലെ അനുഷ്ക ശങ്കർ, അതുപോലെ തന്നെ വിലായത് ഖാൻ, ഉസ്താദ് വിലായത് ഖാൻ, ഇവരെല്ലാവരും എന്താണ് ഫേമസ് ആയിട്ടുള്ള സിത്താർ പ്ലെയേഴ്സാണ്. അപ്പം അതുപോലെ തന്നെ ഷെഹനായി, ബിസ്മില്ല ഖാൻ. അപ്പം അതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്ത് പറയാം. അപ്പോൾ എന്താണ് ഷെഹനായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസ്മില്ല ഖാൻ, അതാണ് ഫേമസ് ആയിട്ടുള്ള ബിസ്മില്ല ഖാൻ ഉണ്ട്. അതുപോലെ തന്നെ ദയാശങ്കർ, ദയാശങ്കർ, അത് അലി അഹമ്മദ് ഖാൻ, ഇതൊക്കെ ഷെഹനായി പ്ലെയറാണ്. കിങ് ഓഫ് ഷെഹനായി എന്നറിയപ്പെടുന്നത് ആരാണ്? കിങ് ഓഫ് ഷെഹനായി എന്നറിയപ്പെടുന്നത്, കിങ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ബിസ്മില്ല ഖാനാണ് കിങ് ഓഫ് ഷെഹനായി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഈ ഇൻസ്ട്രുമെൻസുമായിട്ട് ബന്ധപ്പെട്ട തബല, അതേപോലെ തന്നെ എന്താണ് പക്കവാജ് പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂട്ട് പഠിക്കണം, സിത്താർ, സാരോഡ്, ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. സിത്താർ നിങ്ങൾ നോക്കുക കേട്ടോ, സിത്താർ നോക്കുക, പഠിച്ചിട്ടില്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നോക്കുക. സിത്താർ, സാരോഡ്, സന്തൂർ,
തബല ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ തബലയും കൂടെ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലൂട്ട്, വീണ, ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകേണ്ട ഒരു ഇതാണ്. ഈ സിത്താര, സന്തൂർ, സാരോഡ് എല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കണം. അതിനുശേഷം നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ 40 അതുപോലെ ആർട്ടിക്കിൾ 7. ഇപ്പോഴത്തെ ആർട്ടിക്കിൾ എന്താണ്? 54 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 52 മുതൽ 78 വരെ ആർട്ടിക്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 52 എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് എന്തുണ്ട്? ദർ ഷാൾ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് 52nd ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ആരാണ്? അതെന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. പിന്നെ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 61 ആണ്. പിന്നെ പാർഡനിങ് പവറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 72 ആണ്. അപ്പോൾ ഇതേപോലെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ആർട്ടിക്കിളുകൾ എന്താണ് നോക്കിയിട്ട് പോവുക. അതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റെഗുലറായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഓസോൺ ലെയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഓസോൺ ലെയർ ഈസ് ഇൻ ഏത് ലെയറിലാണ് ഓസോൺ ലെയർ കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണാൻ പറ്റുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പം നമ്മുടെ ഇതിപ്പോൾ എർത്താണ്. ഇപ്പം എർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എർത്ത്. ഓക്കെ, എർത്തിൻ്റെ ചുറ്റും നോക്കിക്കേ 4 ലെയേഴ്സ് നോക്കിക്കേ. ഇതിൽ ട്രോപ്പോസ്ഫിയർ ഉണ്ട്, ഇവിടെ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, ഇവിടെ മീസോസ്ഫിയർ ഉണ്ട്, ഇവിടെ എന്താണ് തെർമോസ്ഫിയർ ഉണ്ട്, പിന്നെ അയണോസ്ഫിയർ അങ്ങനെ പോകുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ ഇത് ഏകദേശം സ്ട്രാറ്റോസ്ഫിയർ ഒരു 50 കിലോമീറ്റർ മുതൽ ഒരു 30 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? ഓസോണിനെ കാണാൻ പറ്റുന്നത്. ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? O3 ആണ് അല്ലേ? ഓസോൺ ലെയർ കാണാൻ പറ്റുന്നത്. എന്തിനാണ് ഓസോൺ ലെയർ നമ്മളെ സഹായിക്കുന്നത്? അതായത് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്നും എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അംബ്രല്ല പോലെയാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഈ ഓസോൺ ആക്ട് ചെയ്യുന്നത്, ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം അത് ഏത് ലെയറിലാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ? സ്ട്രാറ്റോസ്ഫിയറിലായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനിയും ഓസോണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ, സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് എന്താണ് ഓസോണുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്? ഓസോൺ ഡേ ആണ് അല്ലേ? ഓസോൺ ഡേ ആണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത്. പിന്നെ CFC എന്താണ്? ഓസോണുമായിട്ട് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഒരു സംഭവമാണ് ഈ CFC എന്ന് പറയുന്നത്. എന്താണ് CFC എന്ന് പറയുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതാണ് CFC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പെർഫ്യൂംസും എയർ കണ്ടീഷനിൽ അതുപോലെ റെഫ്രിജറേറ്ററിൽ നിന്നും ഒക്കെ വരുന്ന ഈ ഒരു ഗ്യാസ് എന്തിന് കാരണമാവും? ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യാൻ കാരണമാവും. അതായത് ഓസോണിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൂടെ എന്ത് വരും? UV ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻ എർത്തിലോട്ട് എത്തും. എർത്തിൻ്റെ പ്ലാന്റ് ലൈഫിനും അതുപോലെ ആനിമൽ ലൈഫിനും അത് എന്തായിട്ട് ബാധിക്കും? അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പം ആനിമൽസിൻ്റെ കേസിനാണെങ്കിൽ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ സ്കിൻ ക്യാൻസറിന് വരെ കാരണമാകും. അതുപോലെ പ്ലാന്റ്സിൻ്റെ ലൈഫിനെയും അത് എന്ത് ചെയ്യും? ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഓസോൺ ലെയർ. അപ്പോൾ ഓസോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിനെ സംബന്ധിച്ച്. സോ ഓസോൺ ലെയർ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓസോൺ ലെയറിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എന്താണ് ഇക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, റെഗുലറായിട്ട് ചോദിക്കും കേട്ടോ ഓസോണൊക്കെ വെച്ചിട്ട്. അടുത്ത നോക്കിക്കേ, ഗുജറാത്തിൻ്റെ CM ഇത് 2023 ആയിരുന്നു ചോദിച്ചത് അല്ലേ? 2023 ചോദിച്ചത് എന്താണ്? ഗുജറാത്തിൻ്റെ CM നോക്കിക്കേ, ചീഫ് മിനിസ്റ്റേഴ്സ്, ഗവർണേഴ്സ്, അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കറണ്ട് GKയിൽ വരുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന CM, അതേപോലെ ഗവർണേഴ്സ്, അതുപോലെ കൗൺസിൽസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഗുജറാത്താണ് ചോദിച്ചത്. ഇനി അത് കൂടാതെ
നമുക്ക് ഏതൊക്കെയുണ്ട് എല്ലാം പഠിക്കണം. ഞാൻ കുറച്ച് പറയാം. ഗോവയുടെ ആരാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ എന്ന് പറയുന്നത്? പ്രമോദ് സാവന്ത് ആണ്. പ്രമോദ് സാവന്ത് ആണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ജഗൻമോഹൻ റെഡ്ഡിയാണ്. അതുപോലെ മധ്യപ്രദേശ് നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൻ്റെത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. പിന്നെന്താണ് അതേപോലെ നമുക്കാണെങ്കിൽ നമ്മുടെ റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സിൽ നോക്കുകയാണെങ്കിൽ കർണാടക നമ്മൾ ഉറപ്പായിട്ട് നോക്കി വെക്കണം. കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? സിദ്ധരാമയ്യയാണ് കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ. തമിഴ്നാടിനെ നമുക്കറിയാം MK സ്റ്റാലിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിച്ച് വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിരിക്കണം കേട്ടോ. അത് ബേസിക്കായിട്ട് നമ്മൾ ഏത് എക്സാമിന് പോയാലും അത് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, സാട്രിയ ഡാൻസ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? സാട്രിയ എന്ന് പറയുന്നത് ആസാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് സാട്രിയ എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ഡാൻസ് ഫോംസും അതുപോലെ സ്റ്റേറ്റുകളും റെഗുലറായിട്ട് നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് അറിയാം. നമുക്ക് ഏതൊക്കെയാണ് അറിയാവുന്നത്? മോഹിനിയാട്ടം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മോഹിനിയാട്ടം ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്? കേരളം അല്ലേ? മോഹിനിയാട്ടം കഥകളിയൊക്കെ കേരളമാണെന്ന് കേട്ടാലേ അറിയാമല്ലോ. അടുത്തത് എന്താണ്? ഭരതനാട്യം ഏതാ സ്റ്റേറ്റ്? തമിഴ്നാട്. അതുപോലെ തന്നെ കുച്ചിപ്പുടി എവിടുത്തെയാണ്? ആന്ധ്രാപ്രദേശ്. മണിപ്പൂരി, ഒഡീസി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഏത് സ്റ്റേറ്റ് ആയിരിക്കുമെന്നും. അതിനുശേഷം എന്താണ്? കഥക് എവിടെയാണ്? യു പി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ആയിരിക്കും തരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ ഡാൻസ് ഫോംസോ അതുപോലെ ഫോക്ക് ഡാൻസുകളോ ഫെസ്റ്റിവൽസ് ഇതെല്ലാം ഡയറക്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയുള്ള സ്റ്റാറ്റിക് GKകൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. സോ ഇത്രയുമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ, വിച്ച് ആക്ട് ഈസ് നോൺ എസ് മോർലി മിൻറ്റോ റീഫോംസ് ഇൻ ഇന്ത്യ? ഓക്കെ അല്ലേ? അപ്പോൾ മോർലി മിൻറ്റോ അല്ലെങ്കിൽ മിൻറ്റോ മോർലി റീഫോംസ് അറിയപ്പെടുന്നത് ഏത് ആക്ട് ആയിരുന്നു? 1909 കൗൺസിൽ ആക്ടിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? മിൻറ്റോ മോർലി റീഫോംസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പം 1909 ഇതുപോലെയുള്ള എന്താണ് റീഫോംസുകൾ നമ്മൾ വേറൊരെണ്ണം കൂടി നമ്മൾ പഠിക്കാനുണ്ടായിരുന്നു. എന്താണ്? മൊണ്ടേഗു ചെംസ് ബോർഡും നമുക്ക് പഠിക്കാനുണ്ട്. മൊണ്ടേഗു ചെംസ് ബോർഡും എന്താണ്? അത് 1919 അതും എന്താണ്? ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ ഒരു റീഫോം, അതായത് മിൻറ്റോ മോർലി റീഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഫോർ മുസ്ലിംസ് ആയിരുന്നു ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഇതുവഴി എന്താണ്? മുസ്ലിംസിനൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിൻറ്റോ ഉണ്ടല്ലോ, ലോർഡ് മിൻറ്റോയെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ലോർഡ് മിൻറ്റോനെ അറിയപ്പെടുന്നത്. അടുത്തത് ഏഷ്യൻ ഗെയിംസിനെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസിനെ പറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, പക്ഷേ ഏഷ്യൻ ഗെയിംസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസ് നോക്കുകയാണെങ്കിൽ 4 വർഷം കൂടിയിട്ടാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അങ്ങനെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? നോക്കിക്കേ, ആർച്ചറിയുടെ സ്പോർട്സുമായിട്ട് മറ്റൊരു ഇതാണ്. ആർച്ചറിയുടെ സർക്കിൾസിൻ്റെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർച്ചറിയിൽ എത്ര സർക്കിൾസ് ഉണ്ട്? നമ്മളിങ്ങനെ ആർച്ചറിയിൽ ഇങ്ങനെ ഇടാൻ നേരമുള്ള കുറേ സർക്കിൾസ് അല്ലേ, അതിൻ്റെ കോൺസെൻട്രിക് റിങ്സിൻ്റെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്ര എണ്ണമാണ്? 10 കോൺസെൻട്രിക് റിങ്സ് എന്നുള്ളതായിരുന്നു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് എത്ര കളേഴ്സും കൂടെ ഉണ്ടെന്ന് നോക്കാം. എത്ര കളേഴ്സ് ഉണ്ട്? 5 കളേഴ്സ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്. അപ്പോൾ എത്ര കളേഴ്സ് ഉണ്ട്? 5 കളേഴ്സാണുള്ളത്. ഇതേപോലെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ, ഇത് അത്യാവശ്യം എന്താണ് കുറേ പേർക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ ആണ്, ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആർച്ചറിയുടെ സർക്കിൾസിൻ്റെ എണ്ണം ഇതേപോലെ ഓരോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കോർട്ടിൻ്റെ സൈസ്, ബോളിൻ്റെ വെയിറ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ റെഗുലറായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ഇങ്ങനെയുള്ള സ്പോർട്സിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് പഠിക്കുക. ആർച്ചറി ഇപ്പോൾ വന്നു, ഇതേപോലെ ഇനിയുള്ള ക്വസ്റ്റ്യൻസും ഇതേ രീതിയിലൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് സ്പോർട്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം പഠിക്കുമ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത നോക്കിക്കേ, ഓക്കെ, പത്മ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പത്മ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കേ, ഭരതനാട്യം പത്മശ്രീ കിട്ടിയ ഭരതനാട്യം ഡാൻസർ ആരായിരുന്നു? അതാരായിരുന്നു? TN ഗുരു. കല്യാണ സുന്ദരമാണ്, കല്യാണ സുന്ദരം പിള്ളയാണ് പത്മശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ പത്മ അവാർഡ്സുകൾ ജസ്റ്റ് നിങ്ങൾ നോക്കണം. പത്മ വിഭൂഷണും പത്മഭൂഷണും നമ്മൾ എക്സാമിന് എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ഒന്നെങ്കിൽ നമുക്ക് പത്മ അവാർഡ്സ് ഇങ്ങനെയായിരിക്കും, ആളുടെ പേര് തന്നിട്ട് ഏത് ഫീൽഡാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്ന സാധനം. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ചോദിക്കുന്നത് ഏത് ഫീൽഡാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഭരതനാട്യം എന്ന ആൻസർ വരുന്നത് എന്താണ്? നേരത്തെ ക്വസ്റ്റിന് പത്മശ്രീ അവാർഡി ആയിട്ടുള്ള ആളുടെ പേര് തന്നു, ഭരതനാട്യമാണ് ആൻസർ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ശ്രീ ബാലകൃഷ്ണ ദോഷി അല്ലേ, പോസ്റ്റ്മസ്ലി ആണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടുന്നത്. അതുപോലെ സക്കീർ ഹുസൈൻ തബല പ്ലെയർ ആണ്, ആർട്ടാണ്. അതുപോലെ SM കൃഷ്ണ പബ്ലിക് അഫയേഴ്സ് ആണ്. ശ്രീ മഹലനോബിസ് ഉണ്ട് അല്ലേ, മഹലനോബിസ് ആരാണ്? മെഡിസിനിൽ പത്മഭൂഷൺ കിട്ടിയതാണ് ദിലീപ് മഹലനോബിസ് എന്ന് പറയുന്നത്, ദിലീപ് മഹലനോബിസ് കേട്ടോ. അടുത്ത ശ്രീനിവാസ വർദ്ധൻ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്, USA-കാരാണ് കേട്ടോ, USA ആണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? മുലായം സിംഗ് യാദവ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? പബ്ലിക് അഫയേഴ്സിലാണ്. അദ്ദേഹം എവിടെ നിന്നാണ്? UP-യിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കിക്കേ, അതിനുശേഷം എന്താണ്? പത്മഭൂഷൺ നോക്കിക്കഴിഞ്ഞാൽ ഭൈരപ്പ, അതുപോലെ എന്താണ് കുമാർ മംഗളം ബിർള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ദീപക് ധാർ ഉണ്ട് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പിന്നെ സ്വാമി ചിന്നജിയർ ഉണ്ട്. അതുപോലെ എന്താണ് സുമൻ കല്യാൺപൂർ ഉണ്ട്, അദ്ദേഹത്തിന് എന്താണ് ആർട്ടിനാണ് കിട്ടുന്നത്. കപിൽ കപൂർ ഉണ്ട് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിൽ. അതേപോലെ തന്നെ സുധാമൂർത്തിക്ക് ഏതാണ്? സോഷ്യൽ വർക്കിനാണ് കിട്ടിയിരിക്കുന്നത്, കർണാടകയിൽ നിന്നാണ് സുധാമൂർത്തി. അതുപോലെ കമലേഷ് D പട്ടേൽ സ്പിരിച്വലിസം തെലങ്കാനയിൽ നിന്നാണ്. സോ പത്മ അവാർഡ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി നിങ്ങൾ നോക്കി വെച്ച് പോവാം. ഇനിയുള്ള ഷിഫ്റ്റുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ റിവൈസ് ചെയ്തു, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.